അല്ല, ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഈ 10 കൊല്ലം ഞാനും എൻ്റെ മക്കളും നിങ്ങളുടെ അടുത്ത് ജീവിച്ചു. ഈ 10 കൊല്ലമായിട്ട് എന്നെ എൻ്റെ മക്കളെ എവിടെയും സ്നേഹിച്ചില്ല. 10 കൊല്ലത്തിന് ശേഷം വിവാഹമോചനം എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയപ്പോഴാണോ നിങ്ങൾക്ക് ഈ സ്നേഹവും ഈ അസുഖവും വന്നേ? ഈ 10 കൊല്ലമായിട്ട് വന്നില്ലേ? ഇപ്പോഴാണോ വന്നേ? എനിക്കറിയാൻ മേലാത്തത് ഞാൻ ചോദിച്ചതാ. ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ മക്കളെയോ എന്നെയോ ഒരു കെയറിങ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു മോചനം കിട്ടിയപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു ഈ വയ്യായിക? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിച്ചതാ. ഇത്രയും വർഷം ഞാനും എൻ്റെ മക്കളും എന്തോരം കഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ജീവിതം. അവളും മാരേജ് കഴിഞ്ഞ് 12 കൊല്ലം അയാളുടെ കൂടെ ജീവിച്ചു. അയാൾ 3 പെങ്ങളും ആളുമാണ്, ഒരു ചെറുക്കനുമാണ്. അവിടെ എൻ്റെ കൂട്ടുകാരി കെട്ടിച്ചുകൊണ്ട് പോയിട്ട് പെങ്ങളുടെ വർത്തമാനം കേട്ട് ആ ടോർച്ചറിങ് കാരണം തന്നെ ഇവളെ വീട്ടിൽ കൊണ്ടുപോയാക്കി. പെങ്ങളുടെ വർത്തമാനം കേട്ട് നടക്കുമായിരുന്നു. ആ കൊച്ചിനെ ഗർഭിണിയായപ്പം കൊണ്ടുപോയി വിട്ടത് എൻ്റെ കൂട്ടുകാരീനെ. എന്നിട്ട് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ആ കൊച്ചിന് 11 വയസ്സായി, 11-12 വയസ്സായി. ഇപ്പം കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പം ഈ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത് ഡൈവേഴ്സ് 10 കൊല്ലമായിട്ടും അയാൾ ഡൈവേഴ്സ് കൊടുത്തിട്ട് ഇവള് കൊടുത്തില്ല. ഇവക്ക് ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ, എനിക്ക് എത്രയാണെങ്കിലും സ്വന്തം അച്ഛനെ പോലെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ 100 പ്രാവശ്യം പറഞ്ഞു, അവൾ കൊടുത്തില്ല. എന്നിട്ട് ഇപ്പം ഈ 10 കൊല്ലം പട്ടി നടക്കണ പോലെ 10-11 കൊല്ലം അവൾ നടന്നിട്ട് ഇപ്പം അവൾ ഡൈവേഴ്സ് കൊടുത്തു. ഡൈവേഴ്സ് ഒപ്പിട്ട് പോകാൻ നേരത്ത് പോലും ഈ കൊച്ചിനെ അവളെയും കണ്ടിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല അയാളും. ഇത് കൊടുത്ത് അയാൾ വേറെ മാരേജ് കഴിച്ചു. മാരേജ് കഴിക്കാൻ നേരത്ത് ഇവൾക്ക് എത്രയാണേലും മനസ്സ് സമ്മതിക്കാത്ത കാരണം ഇയാളുടെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ട് ഇവളവിടെ പോയി, ക്ഷേത്രത്തിൽ പോയിട്ട് പറഞ്ഞു കെട്ടരുത്, എൻ്റെ കൊച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ കൊച്ചിനെ കണ്ടിട്ട് പോലും ഇയാൾ അവളെ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പം 2ാമത് കെട്ടി, അതിലൂടെ നല്ല പണി അയാൾക്ക് കിട്ടി. ആ പണി കിട്ടിയപ്പം അവന് മനസ്സിലായി എത്രയാണെങ്കിലും പഴയ ആദ്യത്തെ ഭാര്യയായിരുന്നു നല്ലതെന്ന്. ഇതിനു മുന്നേ അയാൾക്ക് മനസ്സിലായില്ലേ? ഈ കൊച്ചിൻ്റെ സ്വന്തം ഭാര്യയുടെയും വൈഫിൻ്റെയും മുന്നിൽ വെച്ച് വേറെ ഒരുത്തിയെ കെട്ടിയിട്ട് ഇപ്പം അവരുടെ കൂടെ ജീവിതം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇട്ടേച്ച് അവക്കടെ പണിക്ക് അവൾ ഗൾഫിലേക്ക് പോയി. ഇപ്പം അവക്കടെ ഇത് നല്ലത് ചെറുക്കനും ആ ചെറുക്കനും അമ്മയുടെ കയ്യിൽ നിന്നും അവളുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇപ്പം വേണ്ട. ഇപ്പം ഇവക്കടെ പിന്നാലെ വന്നു. എൻ്റെ കൂട്ടുകാരിയുടെ സ്വന്തം കഥ എൻ്റെ കൂട്ടുകാരിയുടെ പിന്നാലെ വന്നു. അപ്പം ഇപ്പം ഇവളെ വേണം, അപ്പം വേണ്ട. നിങ്ങൾക്ക് തോന്നുമ്പോൾ വേണം, തോന്നുമ്പോൾ വേണ്ട. അത് ശരിയല്ല കേട്ടോ. ഓക്കെ.